وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയരെ, സ്പാരൻസ 2K25 ഈ വേദിയിൽ നമുക്ക് ചില സുപ്രധാന വിഷയങ്ങൾ സംവദിക്കാം. യുദ്ധം മനുഷ്യരാശിയെ വിയർപ്പിക്കാനും വിറപ്പിക്കാനും തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന മാരക വിപത്താണ് യുദ്ധം. ഈ സമയത്തും ഫലസ്തീനിലും ഉക്രൈനിലും യുദ്ധക്കെടുതികളാൽ ജനകോടികൾ പൊറുതിമുട്ടുകയാണ്. എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നടുക്കത്തോടെ ഓർമ്മകളിലേക്ക് ഇരമ്പെത്തുന്ന പേരുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും. 4630 കിലോഗ്രാം ഭാരവും 3.5 മീറ്റർ നീളവുമുള്ള ഫാറ്റ്മാൻ അങ്ങ് നാഗസാക്കിയിൽ പതിച്ചപ്പോൾ 3 ലക്ഷത്തോളം ആളുകളുടെ ജീവന്റെ തുടിപ്പുകളാണ് നിലച്ചത്. മാത്രമല്ല, അതിൻ്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ്. 37 മില്യൺ മനുഷ്യർ മരിച്ചു വീണ ഒന്നാം ലോകമഹായുദ്ധവും 72 ദശലക്ഷം പേരുടെ നീളം ചിന്തിയ രണ്ടാം ലോകമഹായുദ്ധവും സമാധാനത്തിൻ്റെ ഏത് വെള്ളരിപ്രാവിനെയാണ് പറത്തിയത്? യുദ്ധം സമാധാനമുണ്ടാക്കുകയല്ല, മറിച്ച് മാനവകുലത്തിൻ്റെയും സ്വസ്ഥതക്കും ഭംഗം വരുത്തുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ അധികാര മേധാവിത്വം അരക്കിട്ടുറപ്പിക്കാനും പൗരന്മാരെ ചെൽപ്പിടിക്ക് നിർത്താനും സാമ്രാജ്യത്വം യുദ്ധത്തെ ഉപയോഗപ്പെടുത്തുന്ന മലീമസമായ കാഴ്ചയാണ് കാണുന്നത്. അതിലുപരി വൻതോതിലുള്ള ആയുധം തങ്ങളുടെ സാമ്പത്തിക നേട്ടമാണ് പല ഭരണകൂടങ്ങളും ലക്ഷ്യമാക്കുന്നത്. പശ്ചിമേഷ്യയുടെയും ഇറാനിൻ്റെയും നീലാകാശത്ത് ഉരുണ്ടുകൂടുന്ന പൊതുയുദ്ധം ഉണ്ടാക്കുന്ന കാർമേഘങ്ങൾ അലോസരം ചെറുതല്ല. യുദ്ധം ബാക്കി വെക്കുന്നത് നഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളാണ്. പാവപ്പെട്ട ഗസയുടെ തെരുവീതികളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്ര പിഞ്ചോമനകളാണ് ഓരോ നിമിഷം വെടികൊണ്ടാൽ ഇരയാവുന്നത്. മൃതിയടവുന്നവരുടെ അക്കണക്കുകൾക്കപ്പുറം അംഗവിച്ഛേദം സംഭവിച്ച ആയിരങ്ങളുടെ നിരംഭവിച്ചാര വനങ്ങളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം അഭ്യർത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ. ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത റഷ്യ ഉക്രൈൻ സംഘർഷങ്ങൾക്ക് മുമ്പ് ആഗോളതലത്തിലെ കൊടുംപട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ 135 മില്യൺ ആളുകളാണെങ്കിൽ ഇന്നത് 276 ഉയർന്നിട്ടുണ്ട്. യുദ്ധക്കൊതിയന്മാരായ രാഷ്ട്ര നേതാക്കളോടും രാജ്യങ്ങളോടും എനിക്കൊന്നേ പറയാനുള്ളൂ. ലിയോടോസിയുടെ വരികളിൽ നമുക്കതിങ്ങനെ വായിക്കാം: യുദ്ധം മത്സരത്തിൻ്റെയും പരസ്പര ശത്രുതയുടെയും കശാപ്പിൻ്റെയും അവസ്ഥയാണ്. അതിനെ സാഹോദര്യ ബന്ധത്തിലേക്ക് ചേർക്കുക എന്നത് അസാധ്യമാണ്. പരിഹാരം നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഗാന്ധിജിയും നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂഥർ കിങ്ങും എല്ലാ രക്തരഹിത വിപ്ലവത്തിന്റെ മികച്ച മാതൃകകളാണ്. യുദ്ധരഹിതവും സമാധാനപൂർണവുമായ നല്ല നാളുകൾ സ്വാർത്ഥമാക്കാം. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്റ്റേജിൽ അരങ്ങേറുന്നു കോർഡിനേറ്റർ ബി